നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ പുതിയ മോഡലായ F12 എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ റിവ്യൂമാണ്. തൊട്ട് മുൻപ് ഇറങ്ങിയ A12, M12 എന്നീ രണ്ട് മോഡലുകളുടെയും അൺബോക്സിങ്ങും റിവ്യൂവും നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തൊട്ട് മുൻപ് ഇറങ്ങിയ ഈ രണ്ട് മോഡലുമായിട്ടും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ ഒരു ഫോണിനകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ സാംസങ് F12 എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസും നോക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ കാണുന്നതിൽ 97% ആളുകളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോകളല്ലാതെ നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും ഡിസ്കൗണ്ട് പ്രൈസിലും കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനൊരു കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോൺ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് F12 എന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. മുകളിലായിട്ട് ഫോണിൻ്റെ മോഡൽ നെയിം Galaxy F12 എന്ന് കൊടുത്തിട്ടുണ്ട്. താഴത്ത് സാംസങ്ങിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഏകദേശം ഒരു രൂപം ഒരു ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് Galaxy F12 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിച്ച് നോക്കാം. 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് മൊബൈലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു 6000 mAh ആണ് ഇപ്പോൾ ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ക്വാഡ് ക്യാമറയുള്ള മൊബൈലാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ് ഈ ഫോണത് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് ക്യാമറ ഡീറ്റെയിൽസ്, 48 MP ആണ് മെയിൻ ക്യാമറ, അതുപോലെ 8 MP ആണ് ഫ്രണ്ട് ക്യാമറ, 6.5 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതുപോലെ HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 221 ഗ്രാമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അധികം വൈകാതെ മൊബൈൽ അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫോണിൻ്റെ മെയിൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു ബോക്സ് കാണാൻ സാധിക്കും. സാംസങ് ഗാലക്സിയുടെ എല്ലാ ഫോണുകളും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ബോക്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്താണ് സിം എജക്റ്റിംഗ് ടൂൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ബോക്സിനകത്ത് ഇതിൻ്റെ യൂസർ ഗൈഡ്, അതുപോലെ വാറണ്ടി പേപ്പേഴ്സ് ഡീറ്റെയിൽസൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇതുകൂടാതെ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെ ആക്സസറീസാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മെയിൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ചാർജിങ് അഡാപ്റ്റർ കാണാൻ സാധിക്കും. തൊട്ട് മുൻപ് ഇറങ്ങിയ A12, M12 എന്ന രണ്ട് മോഡലുകളിൽ നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള സെയിം ഒരു 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ ഇത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു Type-C ഡാറ്റയ്ക്കുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആക്സസറീസാണ് നമുക്ക് ഒരു മൊബൈൽ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബാക്ക് കേസോ അതുപോലെ തന്നെ ഒരു ഹെഡ്സെറ്റോ കിട്ടുന്നില്ല. നമുക്കറിയാം സാധാരണ F സീരീസ് ഫോണുകളുടെ കൂടെ ഇത്തരത്തിലുള്ള ഈ രണ്ട് ആക്സസറീസ് മാത്രമാണ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി F12 എന്ന് പറയുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു മോഡലാണ് F12 എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ തന്നെ M12ഉം A12ഉമായിട്ട് കാര്യമായിട്ടുള്ള ഡിസൈനിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എന്നാൽ ബാക്കിലുള്ള ഒരു ഡിസൈനിലൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഓവറോൾ ഡിസൈനിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. വളരെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു മാറ്റ് ഡിസൈനാണെന്ന് കാണാം. അതുപോലെ തന്നെ ചെറിയ ലൈനുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക് പാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ 4 ക്യാമറകൾ വളരെ വിസിബിളായിട്ട് കാണുന്ന രീതിയിൽ ഇതിൻ്റെ ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വൈസും പറയാനുള്ളത്. കാര്യമായിട്ട് നേരത്തെ പറഞ്ഞ ഫോൺ പോലെ തന്നെ ഇതൊരു ഒറ്റ നോട്ടത്തിൽ ഇത് F12 ആണോ M12 ആണോ A12 ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കയ്യിലൊക്കെ കറക്റ്റ് ഫിറ്റ് ആയിരിക്കുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ ബാറ്ററി കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 221 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു മോഡലാണ്. ബാക്ക് സൈഡിലായിട്ട് സാംസങ്ങിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ IMEI നമ്പറും കാര്യങ്ങളും ഇതിലൊരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് പറിച്ചു കളയാവുന്നതാണ്. ഇനി ഫോണിൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ബാക്കിൽ നിന്നൊക്കെ മാറി പുതിയ അപ്ഡേറ്റഡായിട്ട് സൈഡിലേക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും കാണാൻ സാധിക്കും. ഇനി ഫോണിൻ്റെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ലുകൾ വരുന്നുണ്ട്. ഇതൊരു മോണോ സ്പീക്കർ മൊബൈലാണ്. പിന്നെ ചാർജിന് വേണ്ടിയിട്ട് Type-Cയുടെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. ഒരു മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്. ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ നമുക്ക് ഹെഡ്സെറ്റ് കിട്ടിയില്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു 3.5 mm ഓഡിയോ ജാക്ക് ഹെഡ്സെറ്റ് വഴി നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും ഫോൺ ഓപ്പൺ ആക്കി നോക്കാം.
ഫോൺ എന്തായാലും ഓണായി വരുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സർവീസ് വീഡിയോകളുടെയും ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ റിപ്പയറിങ് വീഡിയോകളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഓഫർ പ്രൈസിനും നല്ല ഡിസ്കൗണ്ട് പ്രൈസിനും നിങ്ങൾക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എന്തായാലും മൊബൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി F12 എന്ന ഫോൺ ഓണായി വരുമ്പോൾ കാണുന്ന ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൻ്റെ കൂടെ വരുന്നത്. തൊട്ട് മുൻപ് ഇറങ്ങിയ M12, A12 എന്ന രണ്ട് മോഡലിൻ്റെയും സെയിം ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു മോഡലിനകത്തും കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ കുറച്ച് വലിയൊരു മൊബൈൽ ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിൻ്റെ അരികുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അത്യാവശ്യം വളരെ വലിയൊരു വെസലെസ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. നമുക്കൊരു ഫുൾ വ്യൂ ഡിസ്പ്ലേ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തുള്ളത്. 8 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞു. അത് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സെൻറ്റർ ഭാഗത്ത് തന്നെയായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ടച്ച് റെസ്പോൺസൊക്കെ നല്ലൊരു സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഇൻബിൽറ്റ് ആപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഫോൺ പേ, സ്നാപ്ചാറ്റ്, ഡെയിലി ഹണ്ട് പോലുള്ള കുറച്ച് ആപ്പുകൾ. എന്നാൽ നമുക്കിത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജിലോ മറ്റോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള ആപ്പുകൾ മാത്രം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് തോന്നി. ഇത് ടച്ച് റെസ്പോൺസ് ആയാലും നമുക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട് ഈ ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ സെറ്റിങ്സിനകത്ത് നമുക്ക് അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ മോഡൽ നെയിം ഗാലക്സി F12 എന്ന മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. താഴെ IM നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു Android 11 പ്രവർത്തിക്കുന്ന ഒരു മൊബൈലാണ് കൊടുത്തിട്ടുണ്ട്. 1UI കോർ വേർഷൻ 3.1 ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് Android വേർഷൻ 11 എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മൊബൈലാണ്. ഭാവിയിലൊരു Android 12 ഒരു അപ്ഡേഷനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു 6000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ബാറ്ററിയാണ്. മെയിനായിട്ട് കുറച്ചുകൂടി ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ നേരത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അപ്പോൾ ഒരു ബാറ്ററി ഡീറ്റെയിൽസിലൊക്കെ നമ്മൾ ഇതിൻ്റെ ബാറ്ററി ലെവൽ കാര്യങ്ങൾ അതുപോലെ ഒരു 15 വാട്ട് ഫാസ്റ്റ് ചാർജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാറ്ററി ഡീറ്റെയിൽസിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ഈ ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് എക്സിനോസിൻ്റെ 850 എന്നൊരു പ്രോസസ്സറാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയൊരു പ്രോസസ്സറാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതിൽ നല്ലൊരു പ്രോസസ്സറാണ് എക്സിനോസ് 850 എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ഫോൺ നമുക്ക് 2 വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. അതൊന്ന് 4GB 64GB റാം വേരിയൻറ്റിലും അതുപോലെ 4GB റാം 128GB വേരിയൻറ്റിലും നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഈ മോഡലിനെ തൊട്ട് മുൻപ് ഇറങ്ങിയ A12 അതുപോലെ M12 എന്ന രണ്ട് മോഡലുകളുമായിട്ട് വ്യത്യസ്തമാക്കുന്നത്. ബാക്കിയെല്ലാം ഒരുവിധം കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. നമുക്കിനി അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ക്യാമറ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാപിക്സലാണ്. ഞാൻ നേരത്തെ ബോക്സിന് തന്നെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 48 MP ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറയെ കുറിച്ച് മാത്രം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിപ്പോൾ ക്യാമറയ്ക്കകത്ത് പറയുന്നില്ല. ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സൂം ചെയ്താലൊന്നും അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു റിയർ ക്യാമറ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് 48 MP ഒരു റിയർ ക്യാമറ കൊടുക്കുന്നുണ്ട്. നമുക്ക് ലോ ലൈറ്റിലായാലും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വൈഡ് ആംഗിൾ, മാക്രോ പോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാമറയ്ക്കകത്ത് പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, അതുപോലെ മോർ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ മോഡ് വരുന്നുണ്ട്. അതുപോലെ പനോരമ മോഡ്, ഫുഡ് മോഡ്, പിന്നെ നേരത്തെ പോലെ ഒരു മാക്രോ മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. 48 MP ആണ് ഇതിൻ്റെ മെയിൻ റിയർ ക്യാമറ. 5 MP ഒരു സെക്കൻഡറി ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ വീതം ബാക്കി 2 ക്യാമറകളാണ് ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ സെൽഫി നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. ഇത് ശരിക്കും മെയിനായിട്ട് ഒരു ക്യാമറ ഓറിയൻറ്റഡ് മൊബൈൽ അല്ല എങ്കിൽ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സെൽഫിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം സൂം ചെയ്താലും ഇതിൻ്റെ ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഒരു ലോ ലൈറ്റിലായാലും നമുക്ക് നല്ല രീതിയിലൊരു സെൽഫിയും കൂടി എടുക്കാൻ പറ്റുന്ന ഒരു മൊബൈലാണ് സാംസങ് ഗാലക്സി F12 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയെ കുറിച്ചുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമറയെ കുറിച്ച് ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് സാംസങ് ഗാലക്സി F12 എന്ന മൊബൈലിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓവറോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ആണ് ഫോണിൻ്റെ സ്റ്റോറേജ് വരുന്നത്. 4GB റാം 128GB ഉള്ള മറ്റൊരു വേരിയൻ്റ് കൂടി അവൈലബിൾ ആണ്. 6000 mAh വളരെ വലിയൊരു പവർഫുള്ളായ ബാറ്ററിയാണ് ഈ ഫോണിന് കൂടെ വരുന്നത്. അതിൽ തന്നെ ഒരു 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. ഇതിൻ്റെ സാർ വാല്യൂ ഒക്കെ വളരെ ഡീസൻ്റ് ആണ്. നമുക്കറിയാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സാർ വാല്യൂ എന്ന് പറയുന്നത് 1.6 ആണ്. ഇതിനകത്ത് വരുന്നത് 1.190 മാത്രമാണ് ഇതിൻ്റെ സാർ വാല്യൂ വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ
വളരെ ഡീസൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തൊരു ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട് 15 വാട്ടിൻ്റെ. പിന്നെ എക്സിനോസ് 850 എന്നൊരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. പിന്നെ ചാർജിന് വേണ്ടി Type C ചാർജിങ് പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും ഫോണിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിലോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്ന